സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി പൊതുജനങ്ങളെ അറിയിക്കാനായി ധവളപത്രം ഇറക്കാൻ സർക്കാർ 10 ദിവസത്തിനുള്ളിൽ ധവളപത്രം പുറത്തിറക്കാനാണ് തീരുമാനം. ഇതിനായി ഡോക്ടർ കെ.എം. ചന്ദ്രശേഖരനെ അധ്യക്ഷനാക്കി 4-അംഗ സമിതിയെ നിയോഗിച്ചു. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ.ആർ. ജ്യോതിലാലാണ് കൺവീനർ. CDS ഡയറക്ടർ ഡി വീരമണി, മുൻ CDS ഡയറക്ടർ ഡി നാരായണ എന്നിവർ സമിതി അംഗങ്ങളാകും. ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ധവളപത്രം ഇറക്കുന്ന കാര്യം മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി പൊതുജനങ്ങളെ അറിയിക്കാനായി ധവളപത്രം ഇറക്കാനൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് സർക്കാർ. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രി V.D. സതീശൻ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഇറക്കിയത്. എത്രത്തോളമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്നത് പൊതുജനങ്ങളും അറിയേണ്ടത് ആവശ്യകതയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ധവളപത്രം ഇറക്കുന്നതെന്നായിരുന്നു ഇന്നലെ V.D. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. എന്തായാലും 10 ദിവസത്തിനുള്ളിൽ ധവളപത്രം പുറത്തിറക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിനായി ഡോക്ടർ കെ.എം. ചന്ദ്രശേഖരനെ അധ്യക്ഷനാക്കി 4-അംഗ സമിതിയൊക്കെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 10 ദിവസത്തിനുള്ളിൽ ധവളപത്രം പുറത്ത് ഇറക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള കെ.ആർ. ജ്യോതിലാലാണ് ഇതിന്റെ കൺവീനർ. CDS ഡയറക്ടർ ഡി വീരമണി, മുൻ CDS ഡയറക്ടറായിട്ടുള്ള ഡി നാരായണ എന്നിവർ സമിതി അംഗങ്ങളാകും. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ധവളപത്രം ഇറക്കുന്ന കാര്യം മുഖ്യമന്ത്രി അറിയിച്ചത്. എന്തായാലും 10 ദിവസത്തിനുള്ളിൽ തന്നെ ധവളപത്രം ഇറക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.